പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, അവിടുത്തെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചു. കർത്താവേ, അവിടുത്തെ കൃപ, അവിടുത്തെ ദയ ഞങ്ങളുടെ മേൽ ദീർഘമാക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ മുടിഞ്ഞു പോകാതിരുന്നത് അങ്ങയുടെ ദയ ഒന്ന് മാത്രമപ്പാ. ഒരിക്കൽ കൂടെ നിൻ്റെ വചനം പഠിക്കുവാനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. ദൈവവചനത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിയുക മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അവിടെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ജ്ഞാനത്തെ പകർന്നു തരണമേ, നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ വിഷയം റോമാലേഖനമാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ, ഇത് മൂന്നാമത്തെ ക്ലാസ്സാണ്, 2 ക്ലാസ് കഴിഞ്ഞു. എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ റോമാലേഖനത്തെക്കുറിച്ചല്ല പഠിക്കാൻ പോകുന്നത്, റോമാലേഖനം പഠിക്കാൻ പോവുക. അത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ലഭിച്ച ഈ സമയത്ത് 30 ക്ലാസ്സാണ് നമുക്ക് ആകെയുള്ള. ഈ 30 ക്ലാസ്സിനകം നമുക്ക് മാക്സിമം നമുക്ക് പഠിക്കാവുന്നത്, കവർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ഏതൊരു ലേഖനവും പഠിക്കുന്നതിന് മുമ്പ്, ലേഖനമോ പുസ്തകമോ എന്തു തന്നെ ആയിക്കോട്ടെ, പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യം ആരാ അത് എഴുതിയെന്നുള്ളതാണ്. എഴുത്തുകാരനെക്കുറിച്ചൊരു ധാരണ നമുക്ക് വേണം. എഴുത്തുകാരന് ആരാന്ന് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസാണ് അത് എഴുതിയേക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രീഫ് ലൈഫ് സ്കെച്ച് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കത്തിലുള്ള ഒരു ജീവിത രീതി എന്തുവാണെന്ന് നമ്മൾ നോക്കി. അതിനാസ്പദമായിട്ട് നമ്മൾ എടുത്തൊരു പുസ്തകമുണ്ട്, അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിനകത്ത് അത് ബ്രീഫായി അതിലൂടെ വാങ്ങിക്കാൻ കിട്ടും വേണമെങ്കിൽ. അതിനകത്ത് വളരെ ബ്രീഫായിട്ട്, വേറൊന്നും നമ്മൾ അതിനോട് ചോദിക്കുന്നില്ല. ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആഫ്റ്റർ ക്രൈസ്റ്റ്, യേശുവിനെ കാണുന്നതിന് മുൻപ് പൗലോസിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, യേശുവിനെ കണ്ടതിന് ശേഷം തൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, താൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ പൗലോസ് ഇത്ര ഒരു ക്രിസ്തു മതവിരോധിയായിട്ട് പൗലോസ് മാറിയത് എന്താണെന്ന് നമ്മൾ കണ്ടു. പൗലോസ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ മതത്തിൻ്റെ തീഷ്ണത നിമിത്തമായി, എരിവ് നിമിത്തമാണ്. അത് പറയാൻ കാരണമുണ്ട്. കാരണം താൻ കറതീർന്ന ഒരു പരീശനായിരുന്നു. പരീശൻ എന്ന വാക്കിൻ്റെ അർത്ഥം വേർപെട്ടവനെന്നാണ്. എന്തിനു വേണ്ടി വേർപെട്ടവൻ? ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അക്ഷരപ്രകാരം അനുസരിക്കാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ വേർതിരിച്ചൊരു മനുഷ്യൻ്റെ ആ ഒരു കുടുംബമാണ് അവൻ്റെ കുടുംബ പശ്ചാത്തലം. അങ്ങനെ ജീവിച്ചിരുന്നത് കൊണ്ടാണ് യഹൂദ മതത്തിന് ഒരു വെല്ലുവിളിയായിട്ട്, ഭീഷണിയായിട്ട് വന്ന ക്രിസ്തു മതത്തെ താൻ നശിപ്പിക്കാനായിട്ട്, തകർക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ പൗലോസ് പിന്നെ പറയുന്നുണ്ട്, അതെൻ്റെ അറിവില്ലായ്മയിൽ ചെയ്തതായതുകൊണ്ട് ദൈവം എന്നോട് കരുണ കാണിച്ചു. അങ്ങനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് അവനൊരു ക്രിസ്തു സംഗമം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവുമായിട്ട് അവൻ്റെ ജീവിതത്തിലൊരു അനുഭവം പ്രാപിക്കുക. അതിനെ തൻ്റെ ക്രിസ്താനുഭവ ജീവിതം എന്ന് പറയുന്നുണ്ട്. അതാണ് അവൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചത്. ആ അനുഭവത്തിലേക്ക് വന്ന പൗലോസ് പിൽക്കാലം തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ വന്നു എന്നുള്ളത് എല്ലാവർക്കും സ്വീകാര്യമായ വചനം. പക്ഷെ ആ പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു. തൻ്റെ മഹാകരുണ കൊണ്ട് അവൻ എന്നോട് ദയ തോന്നി, അകാലപ്രജ പോലുള്ള എന്നെയും അവൻ അവൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി തിരഞ്ഞെടുത്തുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ വന്ന ഒരു ഡ്രാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. ലോകത്തിന് ആർക്കും അതുകൊണ്ടാണ് പൗലോസ് ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നിട്ട് ആദിമ വിശ്വാസികൾക്ക് പോലും പൗലോസിനെ ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞതിൻ്റെ ഒരു കാരണം, ഇസ് ഇറ്റ് റിയൽ, ഇത് വാസ്തവമാണോ ഇവൻ ഈ പറയുന്നത്? ഇവൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം ഇത് വാസ്തവമാണോ? കാരണം ഒരു രീതിയിലും ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് ആദിമ വിശ്വാസികൾക്ക് അത് ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. കാരണം അവൻ്റെ കുടുംബ പശ്ചാത്തലം, താൻ ആരുടെ കാൽക്കീഴിരുന്ന് പഠിച്ചു എന്നുള്ള അവൻ്റെ ആ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള അവൻ്റെ അവാഹമായിരിക്കുന്ന അറിവ്, ജ്ഞാനം, തൻ്റെ സമപ്രായക്കാരിൽ വെച്ച് എരിവോടുകൂടെ തൻ്റെ മതത്തിനു വേണ്ടി പ്രവർത്തിച്ച ഈ ഒരു മനുഷ്യൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം വരുന്നു എന്ന് പറയുന്നത് ആദിമസഭയ്ക്ക് അംഗീകരിക്കാൻ പോലും പ്രയാസമുണ്ടായിരുന്നു. ആ സമയത്ത് ബർന്നബാസ തന്നെ കൂട്ടിക്കൊണ്ട് ചെന്ന് എന്ത് ചെയ്തെന്നറിയാമോ? തന്നെ പരിചയപ്പെടുത്തുന്നതും തൻ്റെ കൂടെ കൊണ്ടു നടന്നത് ഹീസ് റിയൽ, അവൻ ശരിയായിട്ട് അവൻ്റെ ജീവിതത്തിൽ വന്ന ഞാനൊരു കാര്യം പറഞ്ഞുതരാം.
എവിടെങ്കിലും ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം കണ്ടു എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് ട്രൈ ടു അവനെ ഒന്നൊന്ന് ഒതുക്കാൻ ശ്രമിക്കരുത്, അവനെ ഒറ്റപ്പെടുത്തരുത്. വാക്ക് വിത്ത് ഹിം, ലെറ്റ് ഹിം വാക്ക് വിത്ത് യു. അവൻ നിൻ്റെ കൂടെ നടക്കട്ടെ. ഒരുപക്ഷെ ഒറ്റയടിക്ക് ഒരു വലിയ ആത്മീയ ഒരു നാം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളൊരു ആത്മീയ മെച്യൂരിറ്റി ഒരുപക്ഷെ കണ്ടെന്നു വന്നിരത്തില്ല. ഗിവ് ഹിം ടൈം ആൻഡ് സ്പേസ് ടു ഗ്രോ. വളരാനായിട്ടും പക്വത പ്രാപിക്കാനായിട്ടും എന്ത് ചെയ്യുക? അവസരം കൊടുക്കുക. അങ്ങനെയൊക്കെ ആരെയൊക്കെയോ നമ്മളെ കൊണ്ട് നടന്നുകൊണ്ടല്ലേ നമ്മൾ ഈ മിടുക്കന്മാരായ ഇന്ന്. എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ അല്ലേ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ളതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരുന്നിട്ടും സംബഡി കവേർഡ് അസ്. ആരോ നമ്മളെ എന്ത് ചെയ്തു? കവർ ചെയ്ത് സൂക്ഷിച്ച് കൊണ്ടു നടന്നു. ഞാൻ അവിടെ നിന്ന് പ്രത്യേകിച്ച് മിനിസ്ട്രിയിലാകാൻ പോകുന്ന അല്ലെങ്കിൽ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ആരെങ്കിലും അങ്ങനെ കണ്ടാൽ അവനെ ഒറ്റപ്പെടുത്തരുത്. അതൊക്കെ അവൻ്റെ തരികടെ, അതൊന്നും ശരിയല്ല. ആള് പോക്കെ എനിക്കറിയാം, അവൻ്റെ പഴയ കാലമൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് അവനെ എന്ത് ചെയ്യരുത്? അവനെ ഒറ്റപ്പെടുത്തരുത്. കവർ വിത്ത് യുവർ വിങ്സ്. നിൻ്റെ ചിറകുകളിൽ കീഴിൽ അവൻ അഭയം കൊടുക്കുക. അങ്ങനെ അന്ന് ബർന്നബാസ് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ക്രൈസ്തവ സഭയ്ക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഒരു ശക്തനായ സുവിശേഷകനായിരുന്നു. ക്രൈസ്തവ സഭയ്ക്ക് പറ്റിയിരിക്കുന്ന ഒരു വലിയ പരാജയം അവിടെ. നമ്മൾ പലരെയും കരുതേണ്ടതുപോലെ കരുതാഞ്ഞതിനാൽ അവരെന്ത് ചെയ്തു മാറിയെന്നറിയുമോ? ക്രിസ്തു വിരോധികളായിട്ട്. ഞാൻ ഏറ്റവും ശക്തമായിട്ട് എടുത്ത് ഉദ്ധരിക്കുന്ന ഒരു ഉദാഹരണം മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞതാണ്. പറഞ്ഞു, ഐ ലവ് ക്രൈസ്റ്റ് ബട്ട് ഐ ഹേറ്റ് ക്രിസ്ത്യൻസ്. ഞാൻ ക്രിസ്തുവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ നിങ്ങൾ വായിച്ചാൽ അതിൻ്റെ ഒരു 70% ബൈബിൾ ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. ഞാൻ ക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ മഹാത്മാഗാന്ധിയാണ്. കാരണം കഴിയുന്നതും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചൊരു മനുഷ്യൻ. നിങ്ങൾക്കറിയാമോ? അതായത് ആരെങ്കിലും ജീവിതത്തിൽ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും വായിക്കണം. നിങ്ങൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ വായിക്കണം. ഇറ്റ്സ് ഗുഡ്. അതിനകത്തൊക്കെ പുള്ളി കുറേ അനുഭവങ്ങൾ, തൻ്റെ അനുഭവങ്ങൾ പറയുന്നു. താൻ ഒരു സമയത്ത് ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ഹി വാണ്ടഡ് ടു ബിക്കം എ ക്രിസ്ത്യൻ. അങ്ങനെ ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന കാലത്താണ്. അങ്ങനെ ഒരു ദേവാലയത്തിലേക്ക് അവൻ ചെന്നപ്പോൾ തൻ്റെ നിറം കറുത്തതായതുകൊണ്ട് അവിടെ നിന്നിരുന്ന അഷർ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി. നിനക്കൂടെ ഈ പള്ളി പ്രവേശനമല്ല തന്നെ, കറുത്ത വർഗ്ഗക്കാർക്ക് ഈ പള്ളി പ്രവേശനം. അദ്ദേഹം കറുത്തൊന്നുമല്ല, എങ്കിലും ഏതാണ്ട് എൻ്റെയൊക്കെ നിറമായിരിക്കും. പ്രവേശനമില്ലെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് നേരെ തിരിച്ചു നോക്കുക. അന്ന് അദ്ദേഹത്തെ അവിടെ അംഗീകരിച്ചിരുന്നെങ്കിൽ, അന്ന് അദ്ദേഹത്തിന് സുവിശേഷം കേൾക്കേണ്ട ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യ ഇന്ന് വേറൊരു ചരിത്രമായി മാറിയേനെ. ഇന്ത്യയുടെ മുഖമേ ഇന്ന് മാറിയേനെ. എന്നിട്ടും ഗാന്ധിജി ക്രിസ്തു തത്വങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ അഹിംസ എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ വായിക്കണം. അഹിംസ, സർവോദയ, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായ ഒത്തിരി ബൈബിൾ ഇൻഫ്ലുവൻസ് തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. വേണ്ട, എന്തിനാ ഗാന്ധിയെ എടുക്കുന്നത്? തിരുവല്ലയിൽ ഒരു സഭയുണ്ട്. ആ സഭയുടെ പേര് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നാണ്. PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നാണ് സഭയുടെ പേര്. പക്ഷെ ബൈബിളുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. അതിൻ്റെ സ്ഥാപകൻ പൊയ്യൽ യോഹന്നാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അയാൾ ഈ താഴ്ന്ന വർഗത്തിൽ നിന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നൊരു മനുഷ്യനാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ ആകർഷിക്കപ്പെട്ട്, രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ദൈവവിശ്വാസത്തിലേക്ക് വന്നൊരു മനുഷ്യനാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ജാതി വെറിയുണ്ടല്ലോ, ഏതാ ദൈവമക്കളുടെ ഇടയിലുള്ള, അദ്ദേഹം ഈ മാർഗം വിട്ട്, ക്രൈസ്തവ മാർഗമേ വിട്ട് അദ്ദേഹം സ്ഥാപിച്ച സഭയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സഭയുടെ പേര് ദൈവസഭ എന്നായിരുന്നു. പിന്നെ തനി ക്രിസ്തീയ വിശ്വാസത്തെ വിട്ട്, കാരണം ഇവിടുത്തെ ജാതീയ വെറി ഈ ക്രിസ്തീയ വിശ്വാസത്തെ വിട്ട് അദ്ദേഹം ഹൈന്ദവ മതത്തിലേക്ക് പോയി. അദ്ദേഹം തന്നെ അവരുടെ ഒരു ദേവനായിട്ട് മാറി.
അങ്ങനെ പ്രത്യക്ഷ രക്ഷ, PRDS എന്ന് പറയുന്നത് പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്ന് പറയുന്നത് വളരെ ശക്തമായിരിക്കുന്ന ഒരു മൂവ്മെൻ്റായിട്ട് ഇരവി പേരിലുണ്ട്. വലിയതാ. അദ്ദേഹത്തിൻ്റെ ശവമൊക്കെ ഇപ്പോഴും മമ്മി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഗുരുനാഥ് കുമാരദേവൻ 125 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് 130ഓളം കണ്ടായിട്ടുണ്ട്. കാര്യം എന്നാ, ഒന്ന് ചിറകിൽ വഹിക്കാൻ ആരുമില്ലായിരുന്നു എന്നുള്ളതാണ്. പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദെർ വാസ് എ മാൻ. താൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ, ഞാനൊരു കാര്യം പറയാം, ഒരുപക്ഷെ ആരെയും വിശ്വാസത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും വന്ന ഒരാളെ ദയവ് ചെയ്ത് നിങ്ങൾ കാരണം പോകാനിട വരരുത്. അറ്റ്ലീസ്റ്റ് ഇന്ന് ആ ഒരു തീരുമാനമെങ്കിലും എടുക്കണം. ഏതാ, എനിക്കാരെയും കൊണ്ടുവരാൻ പറ്റിയില്ലേലും വന്ന ഒരാളെ ഞാനായിട്ട് എന്ത് ചെയ്യത്തില്ല, അവൻ വിശ്വാസം വിട്ടുപോകാനായിട്ട് ഞാൻ ഇട കൊടുക്കത്തില്ല. പൗലോസിൻ്റെ ആ ജീവിതം നമ്മൾ കണ്ടു കഴിഞ്ഞു. എത്ര പ്രാഗൽഭ്യത്തോടെ അവൻ്റെ ജീവിതം താൻ അവസാനിപ്പിച്ചത്. താൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് താൻ ഒരു പറ്റം ശുശ്രൂഷകന്മാരെ കൂടെ താൻ എന്ത് ചെയ്തെന്നറിയാമോ, താൻ ട്രെയിൻ ചെയ്തു. അക്കൂട്ടത്തിലുള്ളതാ തിമോത്തിയോസ്, തീത്തോസ്, ഒനേസിമോസ്, ഫിലോമോൻ. അങ്ങനെ ഒരു വലിയ പട്ടിക തന്നെ പറയാനുണ്ട്. തൻ്റെ ജീവിതം കൊണ്ട് താൻ വളർത്തിയെടുത്ത ഒരു പറ്റം ശുശ്രൂഷകന്മാരെ. അപ്പം പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മളത് കണ്ടു. അത് ആ പുസ്തകത്തിനകത്ത് കുറേയൊരു വിശദമുണ്ട്. വിശദമായിട്ട് പൗലോസിൻ്റെ ജീവിതം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പൗലോസിൻ്റെ ജീവിതവും ഉപദേശവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈബ്രറിയിൽ ഒരു ബുക്കുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും ഇപ്പം പോകുന്നില്ല. ഞാൻ റോമാലേഖത്തെ പക്ഷേ റോമാലേഖനം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് എഴുതിയ ആളുടെ ഒരു ചരിത്രം നമുക്കൊരല്പം കിട്ടിയെങ്കിൽ, കാരണം എപ്പോഴും വളർന്നു വന്ന നമ്മുടെ ജീവിതശൈലി നമ്മുടെ സകല എഴുത്തുകളിലും എന്ത് ചെയ്യും, പ്രതിഫലിച്ചിരിക്കും. ദർ ഇസ് നോ ഡൗട്ട്സ്, ഒരു സംശയമില്ല. രണ്ടാമത് നാം പഠിച്ചത് താൻ ആർക്കായി ലേഖനം എഴുതുന്നതല്ല. നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, റോമയിലെ വിശുദ്ധന്മാർക്കായി എഴുതുന്നതെന്ന്. അതിൻ്റെ കാരണം പറഞ്ഞു. 2-3 കാരണങ്ങളാലാണ് താൻ ഈ ലേഖനം എഴുതിയത്. അവൻ്റെ ഒന്നാമത്തെ കാരണം, അതിൽ നമ്മൾ നോട്ട്സിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നേ ഉള്ളൂ. ഒന്നാമത്തെ കാരണം, താൻ റോമിലെ വിശ്വാസികൾ ഇതുവരെ കണ്ടിട്ടില്ല. യെസ്, നെവർ സീൻ. റോമിലെ വിശ്വാസികളെ താൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പം കാണാൻ പോകുന്നതിന് മുൻപ് ഇറ്റ്സ് എൻ ഇൻട്രഡക്ഷൻ. താൻ ആരാണെന്നും താൻ എന്താണ് പ്രസംഗിക്കുന്നതെന്നും താനത് പ്രസംഗിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നും തൻ്റെ സുവിശേഷം ലഭിച്ച താൻ പ്രസംഗിക്കുന്ന സുവിശേഷം ഏറ്റെടുക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും അനുഗ്രഹങ്ങളും എന്താണെന്നും അത് ഏറ്റെടുത്തവർ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ സമ്പൂർണമായിരിക്കുന്ന ഒരു ആവിഷ്കാരണമാണ് പൗലോസ് റോമിലെ സഭയ്ക്ക് കൊടുക്കുന്നത്. താൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവൻ പറഞ്ഞു, എന്താണ് നിങ്ങളുടെ സുവിശേഷം എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി അടുത്തത് കൊടുക്കുന്ന മുഴുവനും. എന്തിനായി സുവിശേഷം പ്രസംഗിക്കുന്നത്, അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. സുവിശേഷം പ്രസംഗിച്ചവർക്ക് ലഭിക്കുന്ന, സുവിശേഷം പ്രസംഗിക്കുന്നവർ അത് സുവിശേഷം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ആധ്യാത്മിക നന്മകൾ എന്താണെന്ന് പൗലോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. അവസാനമായിട്ട് പറയുന്നു, അത് പ്രാപിച്ചവർ എങ്ങനെ ജീവിക്കണം എന്നും പറഞ്ഞ് തൻ്റെ ലേഖനം അവസാനിപ്പിക്കുക. അപ്പോൾ താൻ എഴുതാൻ കാരണം, ഒന്ന്, ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ്, തന്നെ ഒന്ന് റോമിലെ സഭയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. 2, ഇൻട്രൊഡ്യൂസ് ദ ഗോസ്പൽ, താൻ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. 3, ഈ സുവിശേഷം കേട്ടവരിൽ കാണേണ്ട ജീവിതാനുഭവങ്ങൾ എന്താണെന്ന് വെളിപ്പെടുത്തുക. 4, അവരെങ്ങനെ ജീവിക്കണം ഈ ലോകത്ത്. അതാണ് റോമാലേഖനത്തിന് മുഴുവൻ ഉള്ളടക്കം എന്ന് പറയുന്നത്. പിന്നെ താൻ ആ റോമാ സഭയൊക്കെ തനിക്ക് പരിചയമൊന്നും ഇല്ലെങ്കിലും അവിടെ ഉള്ള ചില വിഷയങ്ങളൊക്കെ പൗലോസ് എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇനി ഏറ്റവും രസകരമായ സംഭവം എന്നാണെന്നറിയാമോ, എല്ലാ ലേഖനങ്ങളിലും പൗലോസ് എന്ത് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ വിഷയമില്ലാത്ത സഭയില്ലെന്നർത്ഥം. കൊരിന്ത്യ സഭയിലുണ്ടായിരുന്ന വിഷയം അത് താൻ തന്നെ സ്ഥാപിച്ച സഭ. എഫെസോസ് സഭയിലുണ്ടായിരുന്നു, ഗലാത്യ സഭയിലുണ്ടായിരുന്നു. അപ്പം എല്ലാ സഭയിലും പ്രശ്നങ്ങൾ വേറെയാണെന്നേ ഉള്ളൂ, പക്ഷെ എല്ലാ സഭയിലും എന്തെങ്കിലുമൊക്കെ
പ്രശ്നം ഉണ്ടായിരിക്കും. ഒരു പ്രശ്നവുമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? അവിടെ വിശ്വാസികളില്ലെന്നാണ്. സദൃശവാക്യത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, കന്നുകാലികളില്ലാത്തടത്ത് തൊഴുത്ത് വൃത്തിയായിട്ട് കിടക്കും. ഇല്ലേ, ചിലരടുത്ത് അവരുടെ തൊഴുത്തിരുന്ന് വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും. കാര്യം തന്നെ അതിനകത്ത് കന്നുകാലിയില്ല. കന്നുകാലികളുള്ള തൊഴുത്താണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാലിന്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളുടെ സഭയിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഓർത്തോ, ഞാനും എൻ്റെ കുടുംബവും മാത്രമേ യഹോവയെ സേവിക്കുന്ന സഭയാണ് എന്ന്. പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി നോക്കിക്കേ, 7-ാം അധ്യായത്തിൽ വരുമ്പം തന്നെ പ്രശ്നം ഉണ്ടായില്ല. ഏതങ്ങോട്ട് സഭ അങ്ങോട്ട് തുടർന്ന് അല്ലേ, അങ്ങ് ഉണ്ടായതേ ഉള്ളൂ. അങ്ങ് വലിയ the greatest manifestation of the Holy Spirit is in more in the church. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ശക്തമായിരിക്കുന്ന പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഏത്? അപ്പോസ്തല പ്രവൃത്തികളുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായല്ലോ പ്രശ്നം. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ അപ്പം വിശ്വാസികളുടെ എണ്ണം ഇങ്ങനെ കൂടി വന്നിരിക്കുക. 3000, 5000 ഒക്കെയാണ് കയറുന്നത് ഒറ്റയടിക്ക്. തങ്ങളുടെ വിധവുമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിക്കുന്നു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ എന്ത് ചെയ്യുന്നറിയാമോ? വെറുത്തു. അപ്പം ഞാനൊരു കാര്യം പറയാം, സംഗതിയൊക്കെ ശരി, ആത്മാവിൻ്റെ വലിയ പ്രവാഹവും കഴിവും അതൊക്കെ ഉണ്ടെങ്കിലും അത് കഴിഞ്ഞ് when you come into the natural realm അല്ലേ, അപ്പോഴാണ് അല്ലേ, ഹോളിൽ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ നേരത്താണ് എന്ത് ചെയ്യുന്നത് പ്രശ്നം വന്നേ. എന്തുവാ? ഒന്നീ കറിക്ക് ഉപ്പില്ല, അല്ലെങ്കിൽ വെച്ചതെല്ലാം വിളമ്പാൻ മറന്നു. അപ്പൊ ആ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിൽ ഇരുന്നപ്പോൾ എന്തുകൊണ്ടായിരുന്നു? ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ദാറ്റ് ഈസ് ലൈഫ്. അതാ ജീവിതം. എപ്പോഴും ഇങ്ങനെ പാട്ടും പാടി സ്തോത്രം അല്ലേലിയായും മാത്രം ഉള്ള ഒരു ജീവിതമാണ് ആരും തിരിക്കരുത്. when you come to reality, സാറിന് ഇംഗ്ലീഷിൽ പറയും when the rubber meets the road, അപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. അല്ലേ, ഹോളിൽ ഇരിക്കുമ്പം ഭാര്യയും ഭർത്താവും അല്ല, ഹോളിൽ ഇരിക്കുമ്പോൾ ആരാ? പാസ്റ്ററും വിശ്വാസിയും മാത്രമാണ്. വീട്ടിൽ ചെല്ലുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഭാര്യയും ഭർത്താവും ആവുന്നത്, അല്ലെങ്കിൽ അപ്പനും മക്കളും ആകുന്നത്. അവിടാണ് എന്ത് ചെയ്യുന്നത്? പ്രശ്നങ്ങളും വെറുപ്പും ഒക്കെ ഉണ്ടാകും. ഇറ്റ്സ് നാച്ചുറൽ. എല്ലാ ലേഖനങ്ങളെയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ they had something. എന്തൊക്കെയോ വിഷയങ്ങൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആരും പ്രശ്നമൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്തിനേറെ കർത്താവിൻ്റെ കൂടാണെന്ന ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? ആരാ വലിയവൻ? ഇല്ലേ? എന്തെല്ലാമായിരുന്നു അവരുടെ ഇഷ്യൂ. ദാറ്റ് ഈസ് ദർ. അതുണ്ട്. അത് വെച്ചോണ്ടിരിക്കരുതെന്നേ ഉള്ളൂ. അതിന് പരിഹാരം കണ്ട ഉടനെ എന്ത് ചെയ്തോണം? മൂവ് ഫോർവേഡ്, മുമ്പോട്ട് പോകണം. അപ്പോൾ പൗലോസ് റോമാലേഖനം എഴുതുന്നതിൻ്റെ ഒരു മൂന്നാമത്തെ കാരണമായിട്ട് ഞാൻ പറയുന്നത്, ആ സഭയിലുണ്ടായിരുന്ന കൊച്ചു ചില വിഷയങ്ങളുണ്ടായിരുന്നു. അതെന്താന്ന് നമ്മൾ രേഖപ്പെടുത്തിയായിരുന്നു. ഞാനൊന്ന് പറഞ്ഞു തന്നായിരുന്നു നിങ്ങളോട്. ഒന്ന് എന്തുവാ? നോട്ട്സ് ഞാൻ പറഞ്ഞായിരുന്നു. റോമാസഭയിലെ പൗലോസ് ഹാൻഡിൽ ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ജാതീയ വിശ്വാസികളും യഹൂദ വിശ്വാസികളും തമ്മിലുള്ള ഒരു ടഗ് ഉണ്ടായിരുന്നു അതിനകത്ത്. അത് റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ കാണാൻ കഴിയും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. എങ്കിലും ചെറിയൊരു ഐഡിയ തന്നതാ. ജാതീയ വിശ്വാസികളും യഹൂദ വിശ്വാസികളും തമ്മിലുള്ളൊരു ചെറിയ ടഗ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വന്നാൽ എന്തുവാ? സൂക്രിയും ആക്രിയും തമ്മിലുള്ളൊരു ടഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സൂക്രി ആക്രി എന്ന് പറഞ്ഞാൽ എന്തുവാ? സുറിയാനി ക്രിസ്ത്യാനികളും അവശ്യ ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഒരു ടഗ്. ഈ ഭാഗത്ത് വളരെ കുറവാണ്. തെക്കൊക്കെ ചെല്ലണം. ഇതിൻ്റെ മൂർധന്യാവസ്ഥ അറിയണമെങ്കിൽ തിരുവത്താഴം പോലും ഒന്നിച്ചെടുക്കത്തില്ല അവർ. ഞാൻ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കഥ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഞാൻ മാവേലിക്കലൊരു സഭയിൽ ശുശ്രൂഷയ്ക്ക് വിളിച്ചായിരുന്നിരിക്കെ. അപ്പം ചെന്ന ഓണേഡ് ഗസ്റ്റ് ഞാനായതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു,
ഫാസ്റ്റ് തിരുവത്താഴം നടത്താൻ പറഞ്ഞു. ഞാൻ നോർമലി വേറൊരു സഭയിൽ ചെന്ന് ഞാൻ തിരുവത്താഴം നടത്താൻ പോകാറില്ല. കാരണം ഐ ഡോണ്ട് നോ, എനിക്ക് അവരുടെ ആ കസ്റ്റം എനിക്കറിയത്തില്ല. അപ്പം നമ്മളിവിടെ ചെയ്യുന്നതിനൊരു രീതിയുണ്ട് നമുക്ക്. എല്ലായിടത്തും ഇതുപോലൊന്നും അല്ല. അപ്പം നമുക്കത് അറിയാത്തത് കൊണ്ട് കഴിയുന്നതും ഞാൻ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ഒഴിവാകും. കഴിയുന്നത് വേറൊന്നും കൊണ്ടല്ല, കാരണം ഒരിടർച്ച ആർക്കും ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഈ പുള്ളിക്ക് നിർബന്ധം ഞാൻ തന്നെ നടത്തിയേ പറ്റൂ. ഞാൻ പറഞ്ഞു, പാസ്റ്റർ നടത്തിക്കോ? അല്ലല്ലല്ല, സാറുള്ളപ്പോൾ ഞാൻ നടത്തില്ല. ശരി, ഞാൻ നടത്തി. അപ്പോൾ ഒക്കെ വാഴ്ത്തി നുറുക്കി തിരുവത്താഴത്തിൻ്റെ സമയമായപ്പോഴത്തേന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടൊക്കെ പാടി, ഇങ്ങനെ ഒരു ശുദ്ധീകരണത്തിൻ്റെ ഒക്കെ പാട്ടായപ്പോഴത്തേന് കുറേ ഇരുന്ന് അതുവരെ കൈയടിക്കത്തില്ല, പാട്ടും പാടത്തില്ല, ചുമ്മാ മധുരം ചാറിയിരുന്ന കുറേ അണ്ണന്മാർ എഴുന്നേറ്റ് മുമ്പോട്ട് വന്നിരുന്നു. എനിക്കുടനെ ക്ലിക്കായത് എന്തുവാ, നമ്മളിതിനകത്ത് കിടക്കുന്നതല്ലേ, നമുക്കറിയാം. എനിക്കുടനെ ക്ലിക്കായത് എന്തുവാ സംഭവം എന്നുള്ളത്. ഞാനും തീരുമാനം എടുത്തു. അപ്പം സാറിന് എഴുന്നേറ്റ് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് എന്ത് ചെയ്തു, എല്ലാവർക്കും കൊടുത്ത് പോയി. മുമ്പിൽ വന്ന് ഇരുന്നവർക്കും വലിയ സന്തോഷമായി. കാരണം രണ്ടാമത്തെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ അവൻ പണ്ടൊക്കെ ഒരു കപ്പിൽ നിന്നാണല്ലോ കുടിച്ചിരുന്നത്. അപ്പോൾ ഇവൻ കുടിച്ച കപ്പിൽ നിന്ന് ഞാൻ കുടിക്കില്ല. അതാണ് ഈ പുറകെ ഇരുന്ന ആശാന്മാരും ഇങ്ങോട്ട് മുമ്പോട്ട് വന്നേ. കാരണം ഈ മുമ്പിൽ ഇരുന്നവർ മുഴുവൻ ആരാ? പാവപ്പെട്ട വിശ്വാസികളാണ്. പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ താഴ്ന്ന ഇതിൽ നിന്നും ഇതിൽ വന്ന വിശ്വാസികളാണ്. അപ്പോൾ അവൻ കുടിച്ചതെന്ന് ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, കുടിക്കില്ല. ഇതാണ് ഇവൻ്റെ മെൻറ്റാലിറ്റി. ഇതെനിക്ക് മനസ്സിലായി, വിവരം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അപ്പം ഞാനും തീരുമാനിച്ചു, ഒന്നീ നീ കുടിക്കും, അല്ലേ നീ കുടിക്കാതെ എൻ്റെ പോകും. അവിടെ ഞാൻ വീഞ്ഞ് കൊടുത്തു വന്നത് പുറകുന്നായിരുന്നു. അപ്പം മുമ്പിൽ നിന്ന് കൊടുത്തു, വീഞ്ഞ് ഞാൻ പുറകിൽ നിന്ന്. എന്തോ ചെയ്യാനോ, പല്ലുറുമ്മി മുമ്പിൽ ഇരുന്നെന്നല്ലാതെ. ചിലർ കുടിച്ചില്ല, ചിലർ ഇറങ്ങിപ്പോയി, ചിലർ മനസ്സോടെ കുടിച്ചു. അത്രയും വെറിയട്ട ഒന്നായി ജാതി. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എന്തോ ഉണ്ട്? എനിക്കൊരു ബ്ലഡ് ആവശ്യമായിട്ട് വന്നാൽ ഞാൻ ഏതാണെന്ന് ചോദിക്കാറുണ്ടോ? ഏതാണ്? പക്ഷെ റോമാസഭയിൽ ഇതുണ്ടായിരുന്നു. ജാതീയ വിശ്വാസികളും യഹൂദ വിശ്വാസികളും തമ്മിലുള്ള വലിയ പൗലോസ് അതിനെ കൈകാര്യം ചെയ്യേണ്ടി വന്നു. രണ്ടാമത്തെ അവിടുത്തെ വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോമാസഭയിലെ വിഷയം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ബലഹീന വിശ്വാസികളും അല്ലാത്തവരും തമ്മിൽ. ബലഹീന വിശ്വാസികൾ വിശ്വസിക്കുന്നത് അയ്യോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ആ വിഷയം കൈകാര്യം ചെയ്തേക്കുന്നത് റോമാലേഖനം 17-14 അധ്യായത്തിലാണ്. ബലഹീന വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. യഹൂദന്മാർക്ക് നിഷിദ്ധമായിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ക്രിസ്തു വിശ്വാസത്തിലോട്ട് വന്നാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തിന്നാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ഈ തൊടുപുഴ സൈഡിലൊക്കെ പോയ അരയന്മാർ എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. അവർ ഓന്തിനെയൊക്കെ ചുട്ടു തിന്നുന്നവരാ. പിന്നെ നമ്മൾ കാട കഴിക്കുന്ന പോലെ അവൻ ഓന്തിനെ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവൻ വിശ്വാസത്തിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് നീ നാളെ തൊട്ട് ഓന്തിനെ ചുട്ടരുത് പറയാൻ കൊള്ളൂ. നോ. പക്ഷേ യഹൂദവിശ്വാസികൾ പറഞ്ഞു, നമുക്ക് അങ്ങനെ നിശ്ചിതമായിരിക്കുന്നത്, ചെതുമ്പലില്ലാത്തത്, അയവിറക്കാത്തത്, ഇങ്ങനെ ദൈവം തന്നിരിക്കുന്ന നമുക്ക് പ്രമാണങ്ങളുണ്ട്. ഇന്നും ഉണ്ടല്ലോ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോർക്ക് കഴിക്കാത്തവരുണ്ടല്ലോ. തൃശ്ശൂർക്കാർക്കാണെങ്കിൽ പോർക്കില്ലാണ്ട് കല്യാണം നടത്താനും പറ്റത്തില്ല. കഴിച്ചില്ലയോ എന്തായാലും? ഇതിൽ വലിയതും ഇനിയും കഴിക്കും. ഇനി അതെ, അതാ പറഞ്ഞേ. അപ്പം അതിപ്പോഴും സഭയ്ക്കകത്ത് ഉള്ളവരുണ്ട്, ബലഹീന വിശ്വാസികളും. പിന്നെ ഭക്ഷണം, ദിവസങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള ചിലർ ചില ദിവസങ്ങളെ പ്രാധാന്യം കൊടുക്കുന്നു, ചിലതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള വിശ്വാസികളുണ്ട്. പിന്നെ സഭയ്ക്കകത്തുള്ള ചെറിയ ഒരു നിയമരാഹിത്യം, അത് 13-ാം അധ്യായത്തിൻ്റെ വിഷയം. നമ്മൾ അങ്ങോട്ട് ഒരു വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ഇതെല്ലാം സഭയ്ക്കകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് പൗലോസ് ചെല്ലുന്നതിന് മുമ്പ് ഇതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. ഇതിലൊന്നും അല്ല നിങ്ങളുടെ രക്ഷ അടിസ്ഥാനപ്പെട്ട് കിടക്കുന്നത്.
ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പൗലോസ് ഇത് പറയുമ്പോഴത്തേന് ഞാൻ പറഞ്ഞല്ലോ തൻ്റെ 3-ാം മിഷണറി യാത്രയുടെ ഏതാണ്ട് അവസാനത്തിലായി ലേഖനം എഴുതുന്നേ. അപ്പോൾ ലോകം കുറെ കണ്ടതാ പുള്ളി. പല ജാതിയിൽ നിന്നും മാർഗത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന ഒത്തിരി വിശ്വാസികളെ പൗലോസ് കണ്ടു. തൻ്റെ ജീവിതത്തിന് തന്നെ ഒരു വലിയ മാറ്റം വന്നു. താൻ അതുവരെ വലുതെന്നും അതുവരെ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വിചാരിച്ചിരുന്ന പലതിനും യാതൊരു വിലയുമില്ലെന്ന് ദൈവം അവന് പഠിപ്പിച്ചു കൊടുത്തു. ആ അനുഭവം വെച്ച പൗലോസ് റോമാലേഖനം എഴുതുന്നത്. കാരണം ശുശ്രൂഷയെ കുറേ എന്ത് ചെയ്തു, താന് കണ്ടു, അനുഭവിച്ചു. ജാതികളിൽ നിന്ന് ആയിരങ്ങൾ ക്രിസ്തുവിലേക്ക് വരുന്നത് താൻ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ കരുണയും എത്ര വലുതെന്ന് പൗലോസ് ഗ്രഹിച്ചു കഴിഞ്ഞു. അതുവരെ താൻ വിചാരിച്ചിരുന്നത് യഹൂദന്മാർക്ക് മാത്രമേ രക്ഷയുള്ളൂ, യഹൂദന്മാരിൽ പരീശനായ ഞങ്ങളാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് വിശ്വസിച്ചിരുന്ന പൗലോസിൻ്റെ ജീവിതധാരയെ ദൈവം പൊളിച്ചടുക്കി കൊടുത്തു ശുശ്രൂഷയെ കൂടെ. ആ അനുഭവ സമ്പത്തെല്ലാം വെച്ചാണ് റോമാലേഖനം പൗലോസ് എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. അപ്പം എഴുതിയതിൻ്റെ ഉദ്ദേശം നമ്മൾ കണ്ടു. ഇനി നമ്മൾ ലേഖനത്തിലേക്ക് പ്രവേശിക്കുക. ലേഖനത്തെ പൊതുവായിട്ട് നമുക്ക് ഒരു 7 4 പലതായിട്ടൊക്കെ തരംതിരിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതിനെ പ്രധാനമായിട്ട് 7 തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇൻട്രഡക്ഷൻ, ആദ്യത്തേത് ഒരു മുഖവര. അവിടെ താൻ ആരാണ്, ആർക്കാണ് ലേഖനം എഴുതുന്നതെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തേത് ദ നീഡ് ഓഫ് ദി ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ ആവശ്യകത. എന്തുകൊണ്ടായിരുന്നു താൻ ഈ സുവിശേഷം, താൻ ഒരിക്കൽ പറയുന്നുണ്ടല്ലോ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ലെന്ന്. ഈ സുവിശേഷം ഞാൻ ലജ്ജിക്കാതെ പ്രസംഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണെന്ന് താൻ പറയുന്നുണ്ട്. മൂന്നാമത്തത് ഈ സുവിശേഷം അനുസരിച്ചവർക്ക് ലഭിക്കുന്ന ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. നാലാമത്തത് ഈ ആത്മീയ അനുഭവങ്ങൾ പ്രാപിച്ചവരുടെ ജീവിതത്തിൽ കാണേണ്ട ഭൗതികമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നെ പറയുന്നു, അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം വന്നു, ഇസ്രായേലിനെ സംബന്ധിച്ച് അപ്പോൾ എന്തുവാ ദൈവത്തിൻ്റെ പ്ലാൻ എന്താ? ഇതുവരെ താൻ എല്ലാ ജാതികളെക്കുറിച്ച് പറയുമ്പോൾ ഇസ്രായേൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയല്ലേ, അവർക്കിത് ബാധകമാണോ? പൗലോസ് അതിന് ഉത്തരം പറയുന്നുണ്ട്. അതാണ് 9, 10, 11 അധ്യായങ്ങൾ. അവസാനമായിട്ട് താൻ പറയുന്നു, ഇങ്ങനെ നീതീകരണം പ്രാപിച്ച, രക്ഷിക്കപ്പെട്ട, സുവിശേഷത്തെ അംഗീകരിച്ച ഒരു വിശ്വാസിയുടെ പ്രായോഗിക ജീവിതം എങ്ങനായിരിക്കണം. അതാണ് റോമാലേഖനം 12 മുതൽ 15-ാം അധ്യായത്തിൻ്റെ 13 വരെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫാണ്. അവസാനമായിട്ട് താൻ ലേഖനം ഉപസംഹരിക്കുകയാണ്. കുറേ പേർക്ക് നന്ദിയൊക്കെ പറഞ്ഞ് വന്ദനമൊക്കെ പറഞ്ഞ് താൻ ലേഖനം അവസാനിപ്പിക്കുക. ഇങ്ങനെ 7 നമുക്കിതിനെ വിഭജിക്കാമെന്നുള്ളത് നാം കണ്ടു. നമ്മൾ എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ റോമാലേഖനത്തിലോട്ട് കയറി. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് താൻ പറയുന്നുണ്ട്, ഞാൻ സുവിശേഷത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അവിടെയാണ് നമ്മൾ പൗലോസിൻ്റെ ജീവിതത്തിലെ പല വേർപാടുകളെക്കുറിച്ച് കാണുന്നു. വേർപാടെന്ന് പറഞ്ഞാൽ താൻ വേർതിരിക്കപ്പെട്ട പല അനുഭവങ്ങൾ. ഒന്ന്, താൻ പരീശനായിരിക്കാൻ വേണ്ടി ആദ്യം വേർതിരിക്കപ്പെട്ടു. 2, പരീശനായിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് കുറേ കൂടെ എരിവ് മൂത്തിട്ട് ഞാൻ ഇതിനെതിരായി നിൽക്കുന്ന ക്രിസ്തീയ മതത്തെ ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് എല്ലാ പരീശന്മാരും അങ്ങനെയല്ലായിരുന്നു. ഇവനാണ് താൻ അതിന് ക്രിസ്ത്യാനികളെ മുടിക്കാനായിട്ട് താൻ വേർതിരിച്ചു. അത് രണ്ടും താൻ സ്വയം ചെയ്തപ്പോൾ. മൂന്നാമത്തത് ദമസ്കോസിൻ്റെ പടിവാതിൽക്ക് വെച്ച് ദൈവം അവനെ ദൈവ പൈതലായിട്ട് വേർതിരിച്ചു. അതിൽ നിന്ന് ദൈവം പിന്നെ അവനെ സുവിശേഷത്തിൻ്റെ പ്രഘോഷകനായിട്ട്, അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷ പറഞ്ഞ ഒരു അപ്പോസ്തലനായിരിക്കാൻ ദൈവം വേർതിരിച്ചു. പൗലോസിൻ്റെ ജീവിതത്തിലെ 4 വേർപാടുകളെക്കുറിച്ച്, താൻ വേർതിരിച്ച 4 അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പിൽക്കാലത്ത് പൗലോസിനെക്കുറിച്ച് പറയുന്നു, എങ്കിലും
എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച. അപ്പൊ എൻ്റെ ജനനം മുതൽ ദൈവം എന്നെ കണ്ടിരുന്നു. പക്ഷേ അത് പ്രായോഗികമായത്, ഇറ്റ് കെയിം ഇൻ ടു ഇംപ്ലിമെന്റ്സ്, അത് യാഥാർത്ഥ്യമായത് ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ചാണ്. താൻ തിരിഞ്ഞു നോക്കുമ്പോൾ പൗലോസിന് തൻ്റെ ജനനം മുതൽ ദൈവത്തിൻ്റെ കരം തന്നോടുകൂടെ ഇരുന്നത് പൗലോസിനറിയാം. വേറൊരു ഉദാഹരണം ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് എടുക്കാം. മോശ ജനനം മുതൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, അല്ലേ, ദൈവിക ദൗത്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാവന്. പക്ഷേ 80-ാമത്തെ വയസ്സിലാണ് അതിനെക്കുറിച്ചുള്ളൊരു അവബോധം തനിക്കുണ്ടായത്. വ്യക്തമായിരിക്കുന്നൊരു വിളി അവൻ്റെ ജീവിതത്തിൽ വന്നത്. ജനനം മുതൽ മോശെ, ഹി വാസ് ബോൺ ഫോർ ദാറ്റ്, അതിനുവേണ്ടി ജനിക്കപ്പെട്ടവനാണ്. പക്ഷെ അവൻ അതിനെക്കുറിച്ചൊരു ബോധ്യം വന്നത് ആ കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ മുമ്പിൽ അവനൊരു ദിവസം നിന്നപ്പോഴാണ്. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ എല്ലാം ജീവിതത്തിലും ഈവൻ ഫ്രം ദ ബർത്ത്, ജനനം മുതൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പക്ഷെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത കാലയളവിലും വ്യത്യസ്ത നാൾ വഴികളിലുമായിരിക്കും നമുക്കതിനെക്കുറിച്ച് ബോധ്യം വരുന്നത്. യിരെമ്യാവിനെ ദൈവം തിരഞ്ഞെടുത്തത് ബാലനായിരിക്കുമ്പോൾ തന്നെ. യിരെമ്യാവിനോട് നിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുക, നിന്നെ ശുദ്ധീകരിച്ച് വേർതിരിച്ച് എൻ്റെ അവൻ ബാലനായിരിക്കും. അവനെ വിളിച്ച് പറഞ്ഞു ഞാൻ ബാലന, എന്നെ കൊണ്ടൊന്നും ഇപ്പോൾ ഒന്നും പറ്റുന്നൊന്നുമില്ല. ചിലർക്ക് ബാല്യത്തിലെ തിരിച്ചറിയാനുള്ള ഭാഗ്യം ലഭിച്ചവരുണ്ട്. ചിലർക്ക് മോശെ പോലെ 80-ാം വയസ്സിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് തിരിച്ചറിയാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. എപ്പോഴായാലും കൊള്ളാം, നിന്നെക്കൊണ്ട് തിരിച്ചറിയുക, ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ചെയ്യുക. അതാണ് ഏറ്റവും വലുത്. നീ എപ്പം വന്നു എന്നുള്ളതല്ല വിഷയം, നിനക്ക് എപ്പോഴും ഇതിനെക്കുറിച്ച് ബോധ്യം വന്നു എന്നുള്ളതല്ല. അത് ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം നിനക്ക് ബോധ്യം നൽകി തന്നു. അതിനു മുൻപ് ഇവരൊക്കെ കടന്നുപോയ പാതകൾ ഒത്തിരി ഉണ്ട്. മോശയെ ദൈവം തമ്പുരാൻ രാജകൊട്ടാരത്തിലിട്ട് പഠിപ്പിച്ചിരുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ഇവൻ ജനത്തിൻ്റെ നേതാവായിരിക്കേണ്ടവനാണ്. സോ ഹി ഹാസ് ടു ബി ദർ. അവൻ അവിടെ ആയിരുന്നാലേ പറ്റൂ. പൗലോസിനെ ദൈവം എന്തിനാ ഇത്രയും വൈകിയെ തിരഞ്ഞെടുക്കുകയാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ശുശ്രൂഷ ഇവനെ കൊണ്ട് ചെയ്യിച്ചെടുക്കണമെങ്കിൽ അതിന് മുൻപ് ഇവന് കുറേ ട്രെയിനിങ് കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അതിവിടെ വന്നാൽ എന്ത് ചെയ്യത്തില്ല, ആരോ പത്രോസിൻ്റെ കൂടെ നടത്തി പഠിപ്പിക്കാൻ പറ്റുമോ ഇവനെ? വേറെ ഒന്നും ജോലി അറിയത്തില്ല ആർക്ക്? പത്രോസിനെ. കാരണം പുള്ളിക്ക് മീൻ പിടുത്തത്തിൻ്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ. അത് ഇവനെ നാളെ ദൈവരാജ്യത്തിൻ്റെ ദൈവിക കാര്യങ്ങളുടെ മർമ്മം പറഞ്ഞാൽ മനസ്സിലായത് വെളിപ്പെടുത്താനും കൂടെ കഴിയണമെങ്കിൽ ഗമാലിയേലിൻ്റെ പാതമെടുത്ത് ഒരുത്തിനെ ഇട്ട് പഠിപ്പിച്ചിട്ടേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എവറി എക്സ്പീരിയൻസ് യു ഹാവ് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ചെറുതോ വലുതോ ആയ സകല അനുഭവങ്ങൾക്കും പിൽക്കാലത്ത് ദൈവരാജ്യത്തിനൊരു പ്രയോജനം ഉണ്ടായിരിക്കും. എവറിത്തിങ്. ജീവിതത്തിൽ ലഭിക്കുന്ന സകല അനുഭവങ്ങൾക്കും നിന്നെക്കൊണ്ട് ഭാവിയിൽ എന്ത് ശുശ്രൂഷ ചെയ്യിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അത് നീ ഏറ്റവും നന്നായി ചെയ്യത്തക്കവണ്ണം നിന്നെ പ്രാപ്തനാക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നിന്നെ എന്ത് ചെയ്തത്, കഴിഞ്ഞ നാളുകളിൽ ആ അനുഭവങ്ങളിലൂടെ എല്ലാം നിന്നെ കടത്തിവിട്ടത്. നെവർ കംപ്ലെയിൻ, ഒരിക്കലും പരാജയപ്പെടരുത്. വൈ ലോർഡ് വൈ, കർത്താവ് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ? ഞാൻ പറഞ്ഞുതരാം. നിന്നെ അതിലൂടെ കടത്തിവിട്ടാലേ ദൈവം നിന്നെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ശുശ്രൂഷ നിന്നിലൂടെ ചെയ്തെടുക്കാൻ കഴിയണമെങ്കിൽ യു ഷുഡ് ബി എക്വിപ്ഡ് ടു ഡു ദാറ്റ്. അതിന് ഇതിനകത്ത് ചാൻസ് ഇല്ല. ഏതെങ്കിലും അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്നാൽ പൗലോസ് ഇത് പഠിക്കാൻ പറ്റും? ഇല്ല. എബ്രായ ലേഖനമൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. പൗലോസിൻ്റെ ഇത്രയും ശക്തമായിട്ട് യാഗങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ച് സമാഗമന കൂടാരത്തെക്കുറിച്ച് പറയണമെങ്കിൽ അതിന് പറ്റിയത് പൗലോസിനെ പോലെ ഒരുത്തിന് തന്നെ പറ്റത്തുള്ളൂ. ഓരോന്നും കൊണ്ട് എടുത്ത് പുള്ളി എന്ത് ചെയ്യാന്നറിയാമോ, അങ്ങ് നാരി കീറി വെളിപ്പെടുത്തി കൊടുക്കുകയല്ലേ. അതിനവനെ ഗമാലിയേലിൻ്റെ പാഠപീഠത്തിൽ ഇരുത്തി പഠിപ്പിച്ചെങ്കിലേ പറ്റത്തുള്ളായിരുന്നു. അതിനവനെ ഒരു പരീക്ഷ കുടുംബത്തിൽ ജനിപ്പിച്ചെങ്കിലേ പറ്റത്തുള്ളായിരുന്നു. എരിവോടുകൂടെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും there is a kingdom
ഇമ്പാക്റ്റ്. അത് നാളെ ദൈവരാജ്യത്തിൽ അതുകൊണ്ട് നിനക്ക് പ്രയോജനം ഉണ്ടായിരിക്കും. നമുക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെ പഠിച്ചത് വെറുതെ ആയിപ്പോയതെന്ന്. എന്തിനാ ഇതൊക്കെ പഠിച്ചതെന്ന് തോന്നും. ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു കോഴ്സ് അക്കൗണ്ടൻസി ആയിരുന്നു. എനിക്കാന്ന് വെച്ചാൽ കണക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. കണക്കിൽ കണക്കാണ് ഞാൻ. പക്ഷെ അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വന്ന ഞങ്ങളെ എന്തോന്നിനാ ബുക്ക് കീപ്പിംഗ് പഠിപ്പിക്കുന്നത്? ഞാൻ ചോദിച്ചിട്ടുള്ളത്, എൻ്റെ പ്രൊഫസറോട് ചോദിച്ചിട്ടില്ല. മില്ലർ എന്ന് പറഞ്ഞ സായിപ്പ എന്നെ പഠിപ്പിച്ചേ. പുള്ളി പറഞ്ഞു, യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് നൗ. നിനക്കത് ഇപ്പം മനസ്സിലാവത്തില്ല. നീ ഒരു ശുശ്രൂഷകനാണോ? ഇത് പഠിച്ചേ പറ്റും, ബുക്ക് കീപ്പിംഗ് പഠിച്ചത്. എനിക്ക് മനസ്സിലായി എന്തിനാ ദൈവം തന്നെ പഠിപ്പിച്ചതെന്ന്. ഇന്ന് ഈ മിനിസ്ട്രിയുടെ അക്കൗണ്ട്സ് മുഴുവൻ ഹാൻഡിൽ ചെയ്യണം തക്ക രീതിയിൽ എങ്ങനെ ഏതാന്നുള്ളത് കൈകാര്യം ചെയ്യാനായിട്ട് അന്ന് പഠിച്ച ആ ബേസിക് പ്രിൻസിപ്പിൾസാണ് എന്നെ ഇന്നും സഹായിക്കുന്നത്. നമുക്ക് തോന്നും പലതും വെറുതെ ആയിപ്പോയോന്ന്. ഇല്ലെന്നേ, ജസ്റ്റ് വെയിറ്റ്. പഠിച്ച സകലത്തിനും പ്രയോജനം ഉണ്ടാകും. അപ്പോൾ പൗലോസ് പറയുന്നു, പൗലോസ് എൻ്റെ 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, സുവിശേഷത്തിനായിട്ട് ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവും യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകൾ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായിട്ട് എന്നെ വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലനും, അടുത്ത വാക്ക് നമ്മൾ പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ. വേണമെങ്കിൽ പൗലോസിന് അതിന് മുമ്പ് നിർത്തായിരുന്നു. അതാ, he could have avoided that phrase. യേശുക്രിസ്തുവിൻ്റെ ദാസൻ എന്നുള്ളൊരു പദം വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? അവോയ്ഡ് ചെയ്യായിരുന്നു. ഇല്ല, നമ്മൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചിലതൊന്നും പറയത്തില്ല. എന്താ കാരണം? നമ്മൾ ഓഡിയൻസ് നോക്കിയിട്ട് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ എപ്പോഴും. ശരിയാണോ? ആണ്, ഓഡിയൻസ് നോക്കിയിട്ട് നമ്മളെ പറയത്തുള്ളൂ. പൗലോസിൻ്റെ ഓഡിയൻസ് ഇവിടെ ആരാ? റോമൻസ് ആളുകളാ. ഈ റോമക്കാരാ യേശുവിനെ ക്രൂശിച്ചു വന്നേ. ടെക്നിക്കലി പീലാത്തോസാണല്ലോ പെർമിഷൻ കൊടുക്കുന്നേ. അപ്പോൾ യേശു ക്രിസ്തു എന്നുള്ളത് റോമൻ സിറ്റിസൺ, റോമൻ പൗരാവലിക്ക് അല്ലെങ്കിൽ റോമൻ ജനതയുടെ മുമ്പിൽ ഒരു നികൃഷ്ട ജീവിയാണ്. പൗലോസ് പറയാ, ആ യേശു ക്രിസ്തുവിൻ്റെ ദൂലോസ് എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്, അടിമ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. ഈ ഡൂലോസ് എന്ന പദം എല്ലാ അടിമയ്ക്കും ഉപയോഗിക്കുന്നതല്ല. അത് ഞാൻ പഠിപ്പിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നായിരുന്നു. ഇത് സ്വയം സമർപ്പിക്കപ്പെട്ട അടിമയ്ക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. പൗലോസ് പറയാ, ആൻഡ് ഐ ആം പ്രൗഡ് ടു ബി നോൺ ആസ് ദ ഡൂലോസ് ഓഫ് ക്രിസ്റ്റോസ്. യേശു ക്രിസ്തുവിൻ്റെ ഒരു അടിമയാണ് ഞാൻ എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. നമ്മളൊരു നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ ആരാന്ന് ലോകം അറിയരുതെന്നാണ് നമ്മുടെ ആഗ്രഹം, അല്ലേ? വേഷം കൊണ്ടോ, ഭാഷ കൊണ്ടോ, ജീവിതശൈലി കൊണ്ടോ അറിയരുത്. പക്ഷെ പൗലോസ് പറയാ, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അടിമയാണ്. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഞാൻ ഉദാഹരണം പറഞ്ഞു പറയാം ഞാൻ വേണമെങ്കിൽ. എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്നൊരു സഹോദരി ഉണ്ടെന്ന് വിചാരിക്കും. വീട്ടു ജോലിയാണ് ചെയ്യുന്നത്, അടുക്കള പണിയാണ് ചെയ്യുന്നത്. അതേസമയത്ത് മോദിയുടെ വീട്ടിലും ഉണ്ടെന്ന് വിചാരിക്കും. ആരുടെ? ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ വീട്ടിലുണ്ടെന്ന് വിചാരിക്കും. മോദിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന സഹോദരി പറയും, ഞാൻ മോദിയുടെ വീട്ടിലാണ് പണിയെടുക്കുന്നതെന്ന് പറയും. കാരണം അതൊരു അഭിമാനമാണ്. നേരെ തിരിച്ച് എൻ്റെ വീട്ടിൽ പണിയെടുക്കുന്നത് ചിലപ്പോൾ അതുപോലെ പറയുമായിരുന്നു വിചാരിച്ചോ വേണമെങ്കിൽ. അല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന ഒരാളുടെ വീട്ടിലാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ജോലി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പണിക്ക് പോകാമെന്ന് പോലും പറയത്തില്ല നമ്മൾ. കാര്യം എന്നാ? ലോ പ്രൊഫൈലായിട്ടാണ് കാണുന്നത്. പൗലോസ് കൂടെ പറയുന്നു, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അടിമയാണ് എന്നുള്ളതിൽ അഭിമാനത്തോടാണ് പറയുന്നത്. എന്താ കാരണം? പിന്നെ പറയുന്നുണ്ട്, സുവിശേഷത്തിൽ പറയുന്നതിൽ എനിക്ക് യാതൊരു ലജ്ജയില്ല. ഞാൻ ചോദിക്കട്ടെ, ആർ വി പ്രൗഡ് അബൌട്ട് അവർ ഫെയ്ത്ത്? നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, ദൈവം എനിക്ക് തന്ന ശുശ്രൂഷയെക്കുറിച്ച്, കർത്താവ് എനിക്ക് തന്ന ആ വേലയെക്കുറിച്ച്, എൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച്
അഭിമാനത്തോടാണോ നമ്മൾ നിൽക്കുന്നത്? ഞങ്ങൾ സെമിനാരി പഠിപ്പിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ കോളേജൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് പിള്ളേരൊക്കെ ബസ് എന്ത് ചെയ്യുക, ഞങ്ങൾ കോളേജിൽ പോകാമെന്നേ പറയത്തുള്ളൂ. ബൈബിൾ കോളേജാണെന്ന് പറയത്തില്ല എപ്പോഴും. ബൈബിൾ കോളേജിലാണ് പറയുന്നത് പറയത്തില്ല, കോളേജിൽ പഠിക്കാന്നേ പറയത്തുള്ളൂ. സംതിങ് വെരി, ഞാൻ പറയാറുണ്ട്, ഇത് ഇത്രയും നാണം കെട്ടൊരു പരിപാടിയാണെങ്കിൽ എന്തിനാ പിന്നെ ഇതിനകത്ത് ഇറങ്ങിയേക്കുന്നേ? റോമൻ വിശ്വാസികൾക്ക് താൻ ലേഖനം എഴുതുന്നു. വേണമെങ്കിൽ തനിക്ക് ഈ ഒരു പദം വേണമെങ്കിൽ അവിടെ മറച്ചു വയ്ക്കായിരുന്നു, യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ. ദാറ്റ്സ് എ ബിഗ് തിങ്. അതൊരു നല്ല ടൈറ്റിലാണ്. പിന്നെ പറയുന്നു, ഐ ആം എ ഡൂലോസ് ഓഫ് ക്രിസ്റ്റോസ്. ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു അടിമയും കൂടാ. എന്നെ അഭിമാനത്തോടെ പൗലോസ് പറയും. അത് താൻ റോമാലേഖനത്തിൽ മാത്രമല്ല പറഞ്ഞേക്കുന്നത്, മറ്റു പലയിടത്തും താൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ 3-ാം വാക്യത്തിൽ വായിച്ചു, അങ്ങനെ ഞാൻ റോമയിലുള്ള ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു വന്ന് നമ്മളിപ്പം 7-ാം വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. 7-ാം വാക്യം നമ്മൾ അവസാനിപ്പിച്ചു. ഇനി അടുത്തത് 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 8 മുതൽ 15 വരെ. അവിടെ റോമിലെ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പൗലോസിന്റെ കൺസേൺ അല്ലെങ്കിൽ കരുതൽ നമുക്ക് നോക്കാം. വാക്യപ്രതിവാക്യമായിട്ട് നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. 8-ാം വാക്യം, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. സ്റ്റാർട്ടിങ് വിത്ത് എ ഗുഡ് കമൻറ്റ്. ആ സഭയെക്കുറിച്ച് റോമിൽ ഇതേ പാറ്റേൺ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവും ഉപയോഗിക്കുന്നത്. ഞാൻ നേരെ തിരിച്ചു പറയാം, കർത്താവിൻ്റെ പാറ്റേൺ ആണ് ആരും, അല്ലാതെ പൗലോസ് ഇന്ന് കർത്താവ് പഠിച്ചതല്ല. കർത്താവിൻ്റെ പാറ്റേൺ തന്നെ പൗലോസും തൻ്റെ ലേഖനത്തിൽ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഹി ഈസ് കമൻഡിങ് ദ ചർച്ച്. സഭയെ കർത്താവ് എന്ത് ചെയ്യുന്നു, പ്രശംസിക്കുന്നു. ഞാനൊരു കാര്യം പറയും, ബിഫോർ കറക്ഷൻ കമന്റ് സംതിങ് ഗുഡ് ഇൻ ദം. ഏതൊരു വ്യക്തിയെ നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ നല്ല കാര്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, അംഗീകരിക്കണം, അതിനെ ഒന്ന് പ്രശംസിക്കണം. 8-ാം വാക്യത്തിൽ ഇവിടെ അതാ വായിക്കുന്നത്, പോൾ ഈസ് കമൻഡിങ് ദ ചർച്ച്. പൗലോസ് റോമിലെ വിശ്വാസികളെ എന്ത് ചെയ്യാന്നറിയാമോ, പ്രശംസിക്കുക. അതിന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ആത്മീയ പാഠം എന്നാണെന്നറിയാമോ, ആരെയെങ്കിലും കറക്റ്റ് ചെയ്യുന്നതിന് മുൻപ്, ആരെയെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് മുമ്പ് കമന്റ് ദ ഗുഡ് തിങ്സ്, നന്നായിരിക്കുന്നു എന്ന് പറ. മലയാളിക്കുള്ള ഏറ്റവും വലിയ ദോഷം എന്താണെന്നറിയാമോ, അവന് കമന്റ് ചെയ്യാൻ അറിയത്തില്ല, അവന് ക്രിട്ടിസൈസ് ചെയ്യാനേ അറിയത്തുള്ളൂ. എത്ര നന്നായി കഴിഞ്ഞാലും, നന്നായിട്ട് പാടിയല്ലോ, ആ ചുരിദാർ ശരിയായില്ല, അവിടെ നിന്നെ ചുരിദാർ കാണാനല്ലല്ലോ വിളിച്ചേ, പാട്ട് കേൾക്കാനല്ലേ വിളിച്ചേ, നീ എന്തിനാ പിന്നെ അതിലോട്ട് നോക്കിയേ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഇതാ നമ്മുടെ മലയാളിയുടെ സ്വഭാവം. എത്ര നന്നായി ചെയ്താലും നമ്മളെ നല്ല കാര്യങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, കമന്റ് ചെയ്യത്തില്ല, പ്രശംസിക്കത്തില്ല. ഇനി നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലെ ആ സഭകളെ നോക്കിക്കേ, കർത്താവ് എല്ലാ സഭകളെയും എന്ത് ചെയ്യുന്നു, കമന്റ് ചെയ്തതിന് ശേഷമാ കറക്റ്റ് ചെയ്യുന്നത്. നീ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യേ, എന്നിട്ട് കറക്ഷൻ പറയുമ്പോൾ അവനറിയാം നിന്റെ നന്മ ആഗ്രഹിച്ചിട്ടാണ് അത് പറയുന്നത്, അല്ലാതെ നിന്നെ താറടിക്കാൻ വേണ്ടിയല്ല, നിന്നെ തകർക്കാൻ വേണ്ടിയല്ല. ക്രിസ്തീയ ശുശ്രൂഷയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ്, പ്രത്യേകിച്ച് ദൈവിക ശുശ്രൂഷയിലായത്. Always look for some good things in somebody's life. We can comment on them. എല്ലാവരുടെയും ജീവിതത്തിൽ സാധാരണ ഈ തെക്കൻ നാടുകളിൽ പറയും ചള്ളിലും ചാറുണ്ടെന്ന്. ചള്ളെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയാമോ? മൂക്കാത്ത പഴത്തിന് ചെള്ളല്ല, ചള്ള് എന്ന് പറഞ്ഞാൽ മൂക്കാത്ത പഴത്തിനെയാണെന്ന് പറയുന്നത് ചള്ളെന്ന് പറയുന്നത്. അതിനകത്ത് എന്തോ ഉണ്ട്, ചാറുണ്ട്, അല്പം ചാറ് അതിനകത്തും കാണും. എല്ലാ ചീത്ത മനുഷ്യരിലും എന്തെങ്കിലും ഒരു നല്ല ഗുണം കാണും.
ഈ വീരപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? കേട്ടിട്ടില്ലേ? അതുകൊണ്ട് വീരപ്പൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനും കുറേ നല്ല ഗുണമുണ്ടായിരുന്നു. കായംകുളം കൊച്ചിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? കണ്ടവരുണ്ടോ ആരെങ്കിലും? ഇല്ലല്ല. കാട്ടുകള്ളനായിട്ടാണ് പുള്ളി ലോകം മുഴുവൻ ചിത്രീകരിക്കും. പക്ഷെ അദ്ദേഹത്തിലും കുറേ അയാൾ അറിയാമോ, ഇവിടുന്ന് കളിച്ചിട്ട് പാവപ്പെട്ടവർക്കെല്ലാം കൂടെ എന്ത് ചെയ്യും, അയാൾ കൊണ്ട് വിതരണം ചെയ്യും. എല്ലാവരിലും ചില നല്ല ഗുണമുണ്ട്. ഇന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദൈവദാസന്മാരുടെ ജീവിതത്തിലെ നല്ല ഗുണം എന്താണെന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ അപ്പച്ചൻ്റെ നല്ല ഗുണം, അമ്മച്ചിയുടെ നല്ല ഗുണം, എൻ്റെ സഹോദരൻ്റെ നല്ല ഗുണം, എൻ്റെ സഹോദരിയുടെ നല്ല ഗുണം, എൻ്റെ അയൽവാസിയുടെ നല്ല ഗുണം. നീ ആ ചീത്ത ഗുണങ്ങൾ മാത്രം കണ്ടുകൊണ്ടല്ലേ അവനോട് വഴക്കുണ്ടാക്കുന്നത് എപ്പോഴും. ഫൈൻഡ് സം ഗുഡ് തിങ്സ് ഇൻ ലൈഫ്. ഇന്ന് വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ട അതാ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ ഒരു നല്ല ഗുണം കണ്ടുപിടിക്കുക. കണ്ണാടി ഒന്ന് മാറ്റി നോക്കണമെന്നേ ഉള്ളൂ. ഈ പച്ച കണ്ണാടി വെച്ച് നോക്കിയതുകൊണ്ട് നമ്മൾ നാളെ പറഞ്ഞ് മഞ്ഞ കണ്ണാടി വെച്ചുകൊണ്ട് നോക്കിയാൽ എല്ലാത്തിനും മഞ്ഞപ്പിത്താന്ന് നോക്കി. അതൊന്ന് ഏത് ഉണങ്ങിയ പുല്ലും പശുവിനെ കൊണ്ട് തീറ്റിക്കാം. എങ്ങനെയാണെന്നറിയാമോ? ഒരു പച്ച കണ്ണാടി വെച്ച് കൊടുത്താൽ മതി പശുവിന്. ഈ ഉണങ്ങിയ പുല്ലും അല്ലേ, പശുവിനൊരു പച്ച കണ്ണാടി വെച്ച് കൊടുത്ത് നോക്കിയേ, എത്ര ഉണങ്ങിയ പുല്ലും പുള്ളി എന്ത് ചെയ്യും? സുഖമായിട്ട് തിന്നും. കാര്യം എന്നാ? പച്ചയായിട്ടാ കാണുന്നത്. നമ്മുടെ കണ്ണാടി ഒന്ന് മാറ്റിയാൽ മതി. ഈ കണ്ണാടി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ചില ജീവിതങ്ങളെ കാണാൻ ചില കണ്ണാടി വെച്ചിട്ടുണ്ട്. എൻ്റെ വിശുദ്ധിയുടെ കണ്ണാടി കൂടെ ഞാൻ എന്ത് ചെയ്യുന്നത്, എല്ലാവരെയും നോക്കുന്നത്. അപ്പോൾ അവളുടെ ബ്ലൗസിന് ഇറക്കം കുറഞ്ഞു, ഇയാളുടെ മീശ വെച്ചിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ 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 ഇങ്ങനെ. എൻ്റെ കണ്ണാടി കൂടെ നോക്കുമ്പം എൻ്റെ വിശുദ്ധിക്ക് ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ചേരുന്നില്ല. കണ്ണാടി ഒന്ന് മാറ്റാമോ നമുക്ക്? എന്നിട്ട് കർത്താവിൻ്റെ കണ്ണാടി ഒന്ന് വെച്ച് നോക്കി. There will be some good things in everybody. എന്നിട്ട് പറയുന്നു, എന്തോ പറയുന്നത്? The first 8ാം വാക്യത്തിൽ Paul is commending the church. സഭയെ പൗലോസ് എന്ത് ചെയ്യാന്നറിയാമോ? പ്രശംസിക്കുക. എന്തിനാ പ്രശംസിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രശംസിക്കാൻ വല്ലതും ഉണ്ടോ? 8ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഓർത്ത് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നെന്നാണ് പറഞ്ഞത് അല്ലേ? അങ്ങനെയല്ലേ വായിച്ചേ? ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. 8ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യുക? സ്തോത്രം. എപ്പോഴാണ് നമ്മൾ സ്തോത്രം ചെയ്യുന്നത്? എന്തെങ്കിലും നന്മ കാണുമ്പോഴാണ് അല്ലേ? പൗലോസ് എന്താ കാരണം? അപ്പോൾ കാരണം പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. Your faith, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരുന്നു. അപ്പോൾ റോമാസഭയുടെ വിശ്വാസത്തെക്കുറിച്ച് ലോകത്തിലുള്ളതല്ല എല്ലാവർക്കും അറിയാം. പൗലോസിൻ്റെ ലേഖനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റോമാസഭയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമ്മൾ പഠിക്കുമ്പം പൗലോസിൻ്റെ മറ്റ് ലേഖനങ്ങളിലൂടെ ഒന്ന് ഓടിച്ചൊന്ന് നോക്കും കേട്ടോ. എഫെസോസിലെ സഭയോട് പറയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കാര്യം എന്താ കാരണം? അല്ലല്ല, വായിച്ച വാക്യം തന്നെ 16-ാം വാക്യം ഒന്നുകൂടെ. വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെക്കുറിച്ചും നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും കേട്ടിട്ട്. നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള നിങ്ങളുടെ സ്നേഹത്തെയും. അവിടെ ഒരു വാക്ക് പൗലോസ് ഉപയോഗിച്ച് ഓർത്തണം കേട്ടോ. സകല വിശുദ്ധന്മാരോടും. IBC-കാരോടും ചർച്ചക്കൂടുകാരോടും ഫുൾ കോഴ്സുകാരോടും മാത്രമല്ല, സകല വിശുദ്ധന്മാരോട്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല വിശുദ്ധന്മാരോടും കൂടെയുള്ള നിങ്ങളെ. എഫെസോസിലെ സഭയെ ഓർത്ത് പൗലോസ് സ്തോത്രം ചെയ്യുമ്പോൾ ഈ 2 കാര്യമാണ് പറയാനുള്ളത്. വിശുദ്ധന്മാരോടുള്ള നിങ്ങളുടെ സ്നേഹമുണ്ടല്ലോ, ദാറ്റ് ഈസ് കമൻഡബിൾ. അത് പ്രശംസിച്ചേ പറ്റും. നിങ്ങളുടെ വിശ്വാസം പ്രശംസിച്ചേ പറ്റും. ഫിലിപ്പിയ ലേഖനത്തോട് നോക്കുക. ഫിലിപ്പിലെ വിശ്വാസികളെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്തുവാ നിങ്ങളെക്കുറിച്ച് ഓർക്കാനുള്ളത്? സുവിശേഷ ഘോഷണത്തിൽ
നിങ്ങൾക്കുള്ള പങ്കോർത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക? അപ്പൊ ഫിലിപ്പിയ സഭ എന്തോ സഭയായിരുന്നു? ഫിലിപ്പിയ സഭയെക്കുറിച്ച് ഓർത്ത പൗലോസിന് പറയാനുള്ളതിന് ദേ ആർ പാർട്ട്നേഴ്സ് ഇൻ ഗോസ്പൽ. സുവിശേഷ വേലയ്ക്കുള്ള അവരുടെ പങ്കാളിത്തത്തെ ഓർത്ത് പൗലോസ് സ്തോത്രം ചെയ്യാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെ ഓർത്ത് പോലും സ്തോത്രം ചെയ്യാനുണ്ടോ? നമ്മളെ ഓർത്ത് വേണമെങ്കിൽ പറയും, ഇപ്പം മിണ്ടാതിരിക്കുന്നതിന് സ്തോത്രം എന്നറിയാല്ലേ. വിശ്വാസത്തെക്കുറിച്ച് പറയാനൊന്നുമില്ല, വിശുദ്ധന്മാരുള്ള സ്നേഹത്തെക്കുറിച്ചും നമുക്ക് പറയാനൊന്നുമില്ല, സുവിശേഷ ഘോഷണത്തെയേ അത് മിണ്ടതേ ഇല്ല. പൗലോസിന് എല്ലാ സഭയെയും, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന് 5-ാം വാക്യം നോക്ക്. അവിടെ കൊലോസ്യ സഭയെക്കുറിച്ച് പൗലോസ് പറയുന്നു, ക്രിസ്തു യേശുവുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള നിങ്ങളുടെ സ്നേഹത്തെയും ഓർത്ത് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. നോക്കിക്കേ, എല്ലാ സഭയെക്കുറിച്ചും പൗലോസിന് എന്ത് വേണ്ടായിരുന്നു? നമ്മളെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? പൗലോസ് ഇന്ന് നമുക്കായി ലേഖനം എഴുതുന്നതെന്ന് വിചാരിക്കും. തൃശ്ശൂരുള്ള ഫുൾ ഗോസ്പൽ ചർച്ചക്കാർക്ക് നമ്മുടെ എന്തോ ഓർത്ത് സ്തോത്രം ചെയ്യും? എന്തെങ്കിലുമൊക്കെ കാണും. നമ്മൾ കാണാത്ത പറഞ്ഞ് പൗലോസ് കാണുമല്ലോ. എങ്കിലും നിങ്ങൾ കാണുന്ന വല്ലതും ഉണ്ടോ? നമ്മളെക്കുറിച്ച് എന്തോ ഓർത്ത് സ്തോത്രം ചെയ്യാനുണ്ട് വിശുദ്ധന്മാർക്ക് അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്ക്. ഞാനത് കുറച്ചുകൂടെ പേഴ്സണലാക്കാൻ പോവാ. ഇനി നിങ്ങളെ നടത്തുന്ന ആത്മീയ നേതൃത്വത്തിന് നിങ്ങളെക്കുറിച്ച് എന്ത് കാര്യത്തിന് സ്തോത്രം? കർത്താവേ, ആ ഒരു വിശ്വാസി എൻ്റെ സഭയിലുള്ളതിനായി സ്തോത്രം. കാരണം ആ വ്യക്തിയുടെ ശുശ്രൂഷ, പാട്ട്, പ്രാർത്ഥന, ദൈവവേലയ്ക്കുള്ള എരിവ്, കർത്താവിന് വേണ്ടി കൊടുക്കുന്നത്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അവരെ ശുശ്രൂഷിക്കുന്നത്, നമ്മൾ പഠിച്ച് മാത്രം പോയാൽ പോരല്ലോ. വി ഹാവ് ടു അപ്ലൈ സംതിങ്. നമ്മെക്കുറിച്ച്, നമ്മുടെ സഭയെക്കുറിച്ച്, ആത്മീയ നേതൃത്വത്തിന്, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? പേഴ്സണലാക്കി ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുവിശ്വാസിയെക്കുറിച്ച് സ്തോത്രം ചെയ്യാൻ വല്ലതും കണ്ടിട്ടുണ്ടോ? വേണ്ട, ജീവിത പങ്കാളിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, നിങ്ങളുടെ ആത്മീയ നേതൃത്വത്തെക്കുറിച്ച്, കർത്താവേ ഞങ്ങൾക്ക് ഇങ്ങനൊരു ലീഡർഷിപ്പിനെ തന്നതിനായി സ്തോത്രം. നിന്റെ ഹൃദയത്തുടുപ്പ് എന്തുവാന്ന് അറിയാൻ കഴിയുന്ന, നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ അറിയാൻ കഴിയുന്ന, സമൂഹത്തിൻ്റെ വേദന അറിയാൻ കഴിയുന്ന പൗലോസ് സഭയെ ഓർത്ത് സ്തോത്രം ചെയ്യുക. സ്തോത്രം ചെയ്ത പൗലോസിനെ അടുത്ത് എന്തോ ചെയ്യുന്നത് നോക്കാം. വായിച്ചോ, റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അപ്പൊ എന്ത് ചെയ്യുന്നു? ഏത് സമയത്തും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആദ്യം സ്തോത്രം ചെയ്യാൻ പഠിക്കണം. ഞാൻ പാസ്റ്റർമാരോടൊക്കെ പറയാറുണ്ട്, ഇത് ആദ്യത്തെ ഒരു 5-6 മിനിറ്റ് എന്ത് ചെയ്യുക? സ്തോത്രം ചെയ്യുക. ദൈവം ചെയ്ത നന്മയ്ക്ക്, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക്. കർത്താവേ, രാവിലെ എഴുന്നേക്കാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം, ഭക്ഷിപ്പാൻ ആഹാരം തന്നതിനായി സ്തോത്രം, ധരിപ്പാൻ വസ്ത്രം തന്നതിനായി സ്തോത്രം, സുഖകരമായി ഉറങ്ങാൻ കൃപ തന്നതിനായിട്ട് സ്തോത്രം, സുബോധത്തോടെ എഴുന്നേക്കാൻ കൃപ തന്നതിനായിട്ട് സ്തോത്രം, ഞങ്ങളുടെ ദേശത്തൊന്നും ഒരു അനിഷ്ടം ഉണ്ടാകാതെ കാത്തതിനായി സ്തോത്രം ചെയ്യാൻ എന്നെല്ലാം കാര്യമുണ്ട്. നമുക്ക് സ്തോത്രം ചെയ്യാം ആദ്യം, എന്നിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? പ്രാർത്ഥിക്കാനായിട്ട്. 9-ാം വാക്യത്തിൽ പറയുന്നു, സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് രണ്ട് വാക്ക് അവിടെ ശ്രദ്ധിക്കണം. ഇടവിടാതെ, എപ്പോഴും. 2 വാക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾ? 9-ാം വാക്യത്തിൽ 2 വാക്ക്. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി യാചിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചോണേ, പൗലോസ് സ്ഥാപിച്ച സഭയൊന്നുമല്ല ഇത്. ആണോ? പൗലോസിനെ ഒരു ഗോത്രകാഴ്ച ഈ സഭയൊന്നും എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. എന്നിട്ടും he prays for them. ഇവിടെ നമുക്ക് ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എന്നാണെന്നറിയാമോ? താൻ സമ്പാദിച്ച ആത്മാക്കളല്ലാതിരുന്നിട്ടും
താൻ നട്ട സഭയല്ലാതിരുന്നിട്ടും അവരിൽ നിന്ന് തനിക്ക് യാതൊരു നന്മയും ലഭിക്കാതിരുന്നിട്ടും ഈ പ്രൈസ് ഫോർ ദം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പൗലോസിന്റെ ജീവിതം പഠിച്ചാൽ prayer was an inevitable part in his life. പൗലോസിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന അവിഭാജ്യമായ ഒന്നായിരുന്നു. പൗലോസിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് മാത്രം ഒരു പുസ്തകമുണ്ട്, ദ പ്രേയേഴ്സ് ഓഫ് പോൾ എന്ന് പറഞ്ഞിട്ട്. പൗലോസിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് മാത്രം എഴുതപ്പെട്ട പുസ്തകമുണ്ട്. ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ ആദിമ സഭ അല്ലെങ്കിൽ ആദിമ വിശ്വാസികളുടെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ ഏറ്റവും നന്നായിരിക്കും. ഹിപ്പോലിറ്റസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവുണ്ട്, ഹിപ്പോലിറ്റസ്. അദ്ദേഹം പറയുന്നത് ഒരു വിശ്വാസി 7 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം പ്രാർത്ഥിക്കണമെന്നാണ്. 7 പ്രാവശ്യമെങ്കിലും. എപ്പോഴൊക്കെയാണെന്നറിയാമോ? 1, ഉണരുമ്പോൾ പ്രാർത്ഥിക്കണം. 2, സന്ധ്യാവിളക്ക് കൊളുത്തുമ്പം, എന്ന് പറഞ്ഞാൽ സന്ധ്യ ആയിക്കഴിഞ്ഞ് വിളക്ക് കൊളുത്തുമ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇതിന് വേറെ ദിവസത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ ദിവസം തെളിവൊന്നുമില്ല, ഞാൻ ചരിത്രത്തിൽ നിന്ന് മാത്രം എടുത്തൊരു തെളിവായത്. 3, കിടക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കണം. 4, അർദ്ധരാത്രിക്ക് എഴുന്നേറ്റ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇതിൻ്റെ ഇടയിൽ ഇനിയൊരു 3 പ്രാർത്ഥനയും കൂടെ ഉണ്ട്. 3-ാം യാമത്തിലും 6-ാം യാമത്തിലും 9-ാം യാമത്തിലും പ്രാർത്ഥിക്കണം. ഒരു വിശ്വാസി ഒരു ദിവസം 7 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പരീശനായി ജനിച്ച്, അപ്പോൾ ഈ ഗോട്ട് ഓൾ ദ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൻ്റെതായ എല്ലാം മതത്തിൻ്റെ ഭക്തി കിട്ടി. ഒരു പരീശനായി വളർന്ന് പരീശ മതത്തിൽ എരിവുള്ളവനായി ജീവിച്ച തൻ്റെ ജീവിതത്തിൽ താൻ ഇങ്ങോട്ട് വന്നപ്പോഴും തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് എന്ത് ചെയ്തില്ല? മാറ്റം വന്നില്ല. വേദപുസ്തകത്തിൽ പൗലോസിൻ്റെ 41 പ്രാർത്ഥനകളുണ്ട്. 41 പ്രാർത്ഥന പൗലോസ് പ്രാർത്ഥിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ റെഫറൻസ് മാത്രം പറഞ്ഞു വിടാം, വായിക്കാൻ നമുക്ക് നേരമില്ല. പൗലോസിൻ്റെ 41 പ്രാർത്ഥനകൾ. 1 എഴുതിക്കോ, റോമാലേഖനം 1-ാം അധ്യായം 8 മുതൽ 10 വരെ. വായിക്കാൻ നമ്മൾ വായിക്കത്തില്ല, ഇതൊരു അഡീഷണൽ ഇൻഫർമേഷൻ എന്നേ ഉള്ളൂ നിങ്ങൾക്ക്. 2 റോമാലേഖനം 10-1. 3 റോമാലേഖനം 12-12. 4 റോമാലേഖനം 15-13. 5 റോമാലേഖനം 15-5-6. 6 റോമാലേഖനം 15-30 മുതൽ 33 വരെ. 7 1 കൊരിന്ത്യർ 1-4 മുതൽ 9 വരെ. 8 1 കൊരിന്ത്യർ 16-23. 9 2 കൊരിന്ത്യർ 1-3 മുതൽ 7 വരെ. 10 2 കൊരിന്ത്യർ 2-14 മുതൽ 16 വരെ. 2 കൊരിന്ത്യർ 2-14 മുതൽ 16 വരെ. 11 2 കൊരിന്ത്യർ 9-12 മുതൽ 15 വരെ. 12 2 കൊരിന്ത്യർ 12-7 മുതൽ 9 വരെ. 13 2 കൊരിന്ത്യർ 13-7 മുതൽ 9 വരെ. 14 ഗലാത്യർ 6-18. 15 എഫേസ്യർ 1-3-4. 16
എഫേസ്യർ 1:15 മുതൽ 23 വരെ. 17. എഫേസ്യർ 3:14 മുതൽ 21 വരെ. 18. എഫേസ്യർ 6:19 മുതൽ 20 വരെ. 19. ഫിലിപ്പിയർ 1:3 മുതൽ 6 വരെ. 20. ഫിലിപ്പിയർ 1:9 മുതൽ 11 വരെ. 21. ഫിലിപ്പിയർ 4:6-7. 22. ഫിലിപ്പിയർ 4:23. 23. കൊലോസ്യർ 1:3 മുതൽ 14 വരെ. 24. കൊലോസ്യർ 4:2 മുതൽ 4 വരെ. 25. 1 തെസ്സലോനിക്കർ 1:2-3. 26. 1 തെസ്സലോനിക്കർ 2:13 മുതൽ 16 വരെ. 27. 1 തെസ്സലോനിക്കർ 3:9 മുതൽ 13 വരെ. 28. 1 തെസ്സലോനിക്കർ 5:23 മുതൽ 23-24. 29. 5:23-24. 29. 1 തെസ്സലോനിക്കർ 5:28. 30. 2 തെസ്സലോനിക്കർ 1:3. 31. 2 തെസ്സലോനിക്കർ 1:11-12. 32. 2 തെസ്സലോനിക്കർ 2:16-17. 33. 2 തെസ്സലോനിക്കർ 3:1 മുതൽ 5 വരെ. 34. 2 തെസ്സലോനിക്കർ 3:16. 35. 1 തിമോഥെയോസ് 2:1. 36. 2 തിമോഥെയോസ് 1:3 മുതൽ 7 വരെ. 37. 2 തിമോഥെയോസ് 1:16 മുതൽ 18 വരെ. 16, 17, 18. 38. 2 തിമോഥെയോസ് 2:22. 39. തീത്തോസ് 3:15. 40. ഫിലോമോൻ 4 മുതൽ 7 വരെ. ഫിലോമോൻ ആകെ 1 അധ്യായമേ ഉള്ളൂ. 41. ഫിലോമോൻ 25-ാം വാക്യം. പൗലോസിൻ്റെ പ്രാർത്ഥനകൾ ഇത് തന്നെ പഠിക്കാനുണ്ട്. അപ്പം ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് എന്തുവാ? ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ലേഖനങ്ങളും കൂടെ ചേർത്താണ് നമ്മൾ പഠിക്കുന്നത്. Prayer was an inevitable thing in Paul's life. പൗലോസിൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഒഴിച്ചുകൂടാനാവാത്തൊരു അനുഭവമായിരുന്നു. നമ്മളതൊന്നും വായിക്കത്തില്ല, ഇപ്പം നമ്മൾ പോകത്തില്ല, കാരണം അത് പോയാൽ നമ്മുടെ റോമാലേഖനം തീരില്ല. പക്ഷെ ഇത് പറഞ്ഞു വന്നത് ഇത് കേവലം റോമാലേഖനത്തിൽ മാത്രം കാണുന്ന പൗലോസിൻ്റെ ഒരു ജാടയല്ല. ഇറ്റ്സ് ഹിസ് ലൈഫ് സ്റ്റൈൽ. എല്ലാ ലേഖനങ്ങളിലും പൗലോസിൻ്റെ ഒരു പൊതു സ്വഭാവമായിരുന്നു. അല്ലാതെ താൻ അറിയാത്ത സഭയ്ക്ക് വേണ്ടി ഒരു ലേഖനം എഴുതിയപ്പോൾ താൻ ഏതാണ്ടൊരു വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി അതിനകത്ത് മാത്രം ഉണ്ടാക്കിയ ഒരു പിക്ചർ അല്ല. പകരം തൻ്റെ എല്ലാ ലേഖനങ്ങളിലും നമുക്ക് പൗലോസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കും. എൻ്റെ സമയം അതിക്രമിച്ചു എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുക. ബാക്കി നാളെ നമ്മൾ അപ്പോൾ 8-ാം വാക്യം വരെ ആയിട്ടുള്ളൂ. 8-ാം വാക്യത്തിലോട്ട് നമ്മൾ കയറിയിട്ടില്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി നാളെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്.